Hi, welcome to Read With Me, the Hindu newspaper analysis for 12th November 2025. എഡിറ്റോറിയൽ പേജിലെ ഫിഷിംഗ് ട്രബിൾസ് എന്ന എഡിറ്റോറിയൽ നോക്കാം. പാക് ബേയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഫിഷറീസ് ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇന്റർനാഷണൽ മെരിടൈം ബൗണ്ടറി ലൈൻ ക്രോസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് 14 തമിഴ്നാട് ഫിഷർമെനെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കലി ഈ ഫിഷിംഗ് റൈറ്റ്സിന്റെ പേരിൽ പാക് ബേയിലെ ഡിസ്പ്യൂട്ട്സ് സ്ഥിരമാണ്. ഇന്ത്യൻ ഫിഷർമെൻ്റെ പെർസ്പെക്റ്റീവ്സിലൂടെ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ഫിഷിംഗ് വാട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്സസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിള്, അതാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഇതിലൊരു കീ പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിഷർമെൻ ഫിഷിങ്ങിന് വേണ്ടിയിട്ടൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് ബോട്ടം ട്രോളിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്, ഒന്നിലധികം ഡ്രോബാക്ക് ഉണ്ട്. ഇത് കോറൽ ബെഡ്സിനെയൊക്കെ ഡാമേജ് ആക്കുന്നുണ്ട്, ഷ്രിംപ് ഹാബിറ്റാറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. കൂടാതെ മൊത്തത്തിലെ ഫിഷ് സ്റ്റോക്കിന് ഒരു ഡിപ്ലീഷൻ സംഭവിക്കുന്നതിന് കാരണമാകുന്നത് ഈ ബോട്ടം ട്രോളിംഗ് ആണ്. ശ്രീലങ്കൻ ഫിഷർമെൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോട്ടം ട്രോളിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാൻ പാടില്ല. അത് അവരുടെ മെറൈൻ റിസോഴ്സസിനെ ബാധിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ പറയുന്നത് ഈ ഇന്റർനാഷണൽ ബോർഡർ ഉണ്ടല്ലോ, ബോർഡർ ലൈൻ, അത് ക്രോസ് ചെയ്യുന്നതൊന്നും വിഷയമല്ല. വിഷയം ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്ത് ഫിഷിംഗ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഓക്കെയാണ്. പക്ഷേ ഇന്ത്യൻ ഫിഷർമെൻ ഈ ബോട്ടം ട്രോളിംഗ് ഉപയോഗിക്കുന്നു. അത് മെറൈൻ റിസോഴ്സസിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പലതരം മെത്തേഡ്സ് യൂസ് ചെയ്തു. ഡിപ്ലോമാറ്റിക് എഫേർട്സ്, അതിൻ്റെ ഭാഗമായിട്ട് 2024 ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് കൊളംബോയിൽ മീറ്റ് ചെയ്തു. ഫിഷർമാൻ ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗും നടത്തി. ഇതിലൂടെയൊക്കെ പ്രപ്പോസ് ചെയ്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിഷർമാനോട് ബോട്ടം ട്രോളിംഗ് അങ്ങ് പാടെ ഒഴിവാക്കണമെന്ന് പറയണം. റിസോഴ്സസിനെയൊക്കെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാക് ബേയിൽ ഒരു റിസർച്ച് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യണം. ശ്രീലങ്കയിലെ നോർത്തേൺ പ്രൊവിൻസിലുള്ള ഫിഷർമെന് ഇന്ത്യൻ സൈഡിൽ നിന്നും അസിസ്റ്റൻസ് കൊടുക്കണം. അവർക്ക് ഡീപ് സീ ഫിഷിങ്ങിലേക്ക് ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, എക്സ്പ്ലോയിറ്റഡ് വർക്കേഴ്സ്, എ ലേബർ പോളിസീസ് എംപ്റ്റി പ്രോമിസസ്. പുതിയൊരു ലേബർ പോളിസി ശ്രം ശക്തി നിധി 2025 ഫ്യൂച്ചർ റെഡി ലേബർ റീഫോംസുമായിട്ട് വരുന്ന ഒരു ഡ്രാഫ്റ്റ് പോളിസിയാണിത്. ലേബർ റീഫോംസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതുണ്ടെങ്കിലും ഈ ഒരു പോളിസി ഒരുപാട് ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യാണ്. കൂടുതൽ വർക്കർ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കുമെന്നാണ് ഈ ആർട്ടിക്കിളിലെ ലേഖകൻ പറയുന്നത്. കോൺക്രീറ്റ് സേഫ് ഗാർഡ്സ് ഇല്ലാത്ത ഇൻഫോർമൽ സെക്ടറിലാണ് കൂടുതലായിട്ടും ഈ ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവപ്പെടുക എന്നാണ് ലേഖകൻ പറയുന്നത്. കറണ്ട് റിയാലിറ്റി എന്താണ്? 90% ഇൻഫോർമലി എംപ്ലോയിഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സാണ് നമുക്കുള്ളത്. അതായത് ഇന്ത്യയിൽ 11 മില്യൺ ആൾക്കാരും മോഡേൺ സ്ലേവറിയിലാണെന്ന് പറയാം. ഈ പോളിസിയുടെ ക്രിറ്റിസിസംസ് ആണ് കൂടുതലായിട്ടും ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് വർക്കേഴ്സിൻ്റെ ജസ്റ്റിസിന് മുകളിലായിട്ടാണ് എംപ്ലോയേഴ്സിനെ ഫേവർ ചെയ്തുകൊണ്ടാണ് ഈ പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ലേബർ ലോസ് ഉണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് വേജ് തെഫ്റ്റിന് വഴിയൊരുക്കുകയാണ് ഈ ഒരു പോളിസി. വർക്കേഴ്സിൻ്റെ ഡിഗ്നിറ്റിക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. വർക്കേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. അതിനെ കണ്ണടച്ചുകൊണ്ടാണ് ഈ ഒരു പോളിസി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പോളിസിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. അതിലും കൺസേൺസ് ബാക്കിയാണ്. ഒന്നാമത് യൂണിവേഴ്സൽ സോഷ്യൽ സെക്യൂരിറ്റി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ ടേം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിലെ ആർട്ടിക്കിൾ 41 അതിൽ പറയുന്നത് റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു യൂണിവേഴ്സൽ സോഷ്യൽ സെക്യൂരിറ്റി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് പലതരം സ്കീംസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് മെർജ് ചെയ്യിക്കുകയാണ്. അതായത് ഈ ശ്രം എന്ന് പറയുന്ന സ്കീം, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, EPFO, ESIC, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തതായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലേഖകൻ മുന്നോട്ട് വയ്ക്കുന്നത് ഡിജിറ്റൽ എക്സ്ക്ലൂഷനെ കുറിച്ചുള്ള കാര്യമാണ്. ലോ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ വിമൻ ആയിക്കോട്ടെ, സീനിയർ സിറ്റിസൺസ് ആയിക്കോട്ടെ, അവരൊക്കെ ചിലപ്പം ഈ ഡിജിറ്റൽ ID ക്രിയേറ്റ് ചെയ്യുന്നതിൽ എക്സ്ക്ലൂഡഡ് ആയി പോകാം. കാരണം അവരുടെ ലോ ലിറ്ററസി കാരണം. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 15 എതിരായിട്ട് വരും. ആർട്ടിക്കിൾ 15 എന്താണ് വിവരിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റേസ്, റിലീജിയൻ, കാസ്റ്റ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ ഡിജിറ്റൽ എക്സ്ക്ലൂഷൻ വന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എക്സ്ക്ലൂഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർട്ടിക്കിൾ 15 ആണ് അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്തത് നമുക്കറിയാം, ഏകദേശം ഒരുപാട് ഗിഗ് വർക്കേഴ്സ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. കണക്ക് പറയുകയാണെങ്കിൽ 12 മില്യൺ ഗിഗ് വർക്കേഴ്സോളം ഇന്ത്യയിലുണ്ട്. അറിയാം, നമുക്ക് വേജസ് കോഡുണ്ട്. അത് പലപ്പോഴും ഈ ഗിഗ് വർക്കേഴ്സിനെയൊക്കെ ഇഗ്നോർ ചെയ്യാണ്. ഒക്യുപ്പേഷണൽ സേഫ്റ്റി 2020 കോഡ്
അതിൻ്റെ എല്ലാം സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഈ പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് നിയർ സീറോ ഫേറ്റാലിറ്റീസ് ബൈ 2047 ആണ്. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 2030 ആകുമ്പോഴത്തേക്കും 35% ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചൈൽഡ് കെയറും ഫ്ലെക്സിബിൾ വർക്കും ഇൻഫോർമൽ വർക്ക് സപ്പോർട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്ലഡ്ജസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ റെറ്ററിക്കും റിയാലിറ്റിയും തമ്മിൽ വളരെയധികം അന്തരമുണ്ടെന്നാണ് ഓരോ തവണയും നമ്മൾ മനസ്സിലാക്കുന്നത്. പോളിസിയൊക്കെ കൊണ്ടുവരുന്നതും മുന്നോട്ട് വയ്ക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതിലാണ് അതിൻ്റെയൊക്കെ വിജയം. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉറപ്പാക്കുന്നതിന് കോൺക്രീറ്റ് ഫണ്ടിങ് വേണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഉണ്ടാകണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പരാമർശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ പ്രോബ്ലം വിത്ത് ദ വാൻസസ് കൺവേർഷൻ വിഷ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ വൈഫ് ഈ അടുത്തായിട്ട് റിലീജിയസ് കൺവേർഷൻ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് JD വാൻസ് നടത്തിയൊരു പബ്ലിക് കമൻറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമായി. പബ്ലിക് പോളിസിയിൽ ക്രിസ്ത്യാനിറ്റിയുടെ റോൾ എന്താണ് എന്നുള്ളതും ചർച്ചാ വിഷയമായിരുന്നു. അതിന് കാരണം നമുക്കറിയാം, അമേരിക്കൻ ഡെമോക്രസിയിലെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രിൻസിപ്പിളാണ്. അതായത് ചർച്ചും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ പ്രിൻസിപ്പിൾ. അതിനെന്തെങ്കിലും എറോഷൻ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഉള്ളടക്കം. US കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിളാണ് ഈ സെപ്പറേഷൻ ഓഫ് ചർച്ചും സ്റ്റേറ്റും. JD വാൻസിൻ്റെ പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള വ്യൂസ് കത്തോലിക് സോഷ്യൽ ടീച്ചിങ്ങുമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നു. ക്രിസ്ത്യൻ റിലീജിയൻ പബ്ലിക് ഓർഡർ ഷേപ്പ് ചെയ്യണമെന്നുള്ളൊരു ടോണിലെ സംസാരം. എന്നാൽ US കോൺസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യുമ്പോൾ പബ്ലിക് ഓഫീസിലെ റിലീജിയസ് ടെസ്റ്റുകൾ ഫോർബിഡ് ചെയ്തിരിക്കുകയാണ്. അത് ആർട്ടിക്കിൾ 6 പറഞ്ഞിട്ടുണ്ട്. US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് അമെൻമെൻറ്റ് തന്നെ ഫ്രീഡം ഓഫ് റിലീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് US കോൺഗ്രസ്സിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയസ് എക്സസൈസിൽ ഇൻ്റർഫിയർ ചെയ്യാനോ ഉള്ള യാതൊരു അവകാശവും. രാജ്യങ്ങൾ എങ്ങനെയാണ് റിലീജിയനെയും സ്റ്റേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്? 3 എക്സാമ്പിൾ നോക്കാം. ഒന്നാമത് US മോഡൽ തന്നെയാണ്. റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ ഒരു ആം ലെങ്ത് ഡിസ്റ്റൻസ് വേണമെന്നാണ് US മോഡലിൽ പറയുന്നത്. സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ടോട്ടൽ സെപ്പറേഷൻ വേണമെന്നാണ് ഫ്രഞ്ച് മോഡൽ പറയുന്നത്. സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ഒരു പോറസ് വാൾ ഓഫ് സെപ്പറേഷൻ, അതാണ് ഇന്ത്യൻ മോഡലിൽ പറയുന്നത്.